ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ മുമ്പിൽ അല്പസമയം വചനവുമായി എടുത്തു വരുവന്നൊക്കെ ദൈവദിച്ച നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില പ്രത്യേകമായ വിഷയങ്ങളോടനുബന്ധിച്ചാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ വരുവാൻ താല്പര്യപ്പെടുന്നത്. ദയവായി ഈ വചനത്തെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ദൈവദാസന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സകലതും വിട്ട് ദൈവത്തെ അനുഗമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായ വ്യക്തികൾ ആരെങ്കിലും ഡീമോട്ടിവേറ്റഡ് ആയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, മാത്രമല്ല ആരെങ്കിലും ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ മുന്നിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാതെ, അല്ലെങ്കിൽ എങ്ങനെ ആയിത്തീരും, എന്തായിത്തീരും, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിൽ എന്തായിത്തീരും എന്നൊക്കെ ഉള്ളതായ കാര്യങ്ങളിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെങ്ങനെ ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുവാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങണം എന്നുള്ളതിൻ്റെ ഒരു മോട്ടിവേഷനായി, അല്ലെങ്കിൽ അവരെ ഒന്ന് ബലപ്പെടുത്താനായിട്ട് ദൈവം നൽകിയതായി അവസരത്തെ ഞാൻ മുതലാക്കാൻ താല്പര്യപ്പെടുന്നു, പ്രയോജനപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. അതിന് ആധാരമായി നമുക്ക് എസ്കേൽ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 28 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കാം. അവരുടെ അവകാശമോ ഞാൻ തന്നെ അവരുടെ അവകാശം, നിങ്ങൾ അവർക്ക് ഇസ്രായേലിൽ സ്വത്തൊന്നും കൊടുക്കരുത്. ഞാൻ തന്നെ അവരുടെ സ്വത്താകുന്നു. അവർ ഭോജനയാകും, പാപയാകും, അകൃത്യയാകും എന്നിവ കൊണ്ട് ഉപജീവനം കഴിക്കണം. ഇസ്രായേലിലെ നിയമിതമായതൊക്കെയും അവർക്കുള്ളതാകണം എന്ന വചനം നമുക്ക് വായിക്കാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇത് പഴയ നിയമത്തിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഒരിക്കലും ഒരു ആദ്യ പഞ്ചഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ടതല്ല. പ്രവാചക ഗണത്തിൽ ഉൾപ്പെട്ടതായ ഒരു വ്യക്തിയായിരിക്കുന്ന എസ്കേൽ ആണ് തൻ്റെ പുസ്തകത്തിൽ ദൈവികമായ വെളിപ്പാടിനനുസരിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യം. അപ്പം തീർച്ചയായും അന്ത്യകാലത്ത് യഹൂദന്മാരുമായി സംബന്ധിച്ച് അവരുടേതായ റിസ്റ്റോറേഷനുമായി സംബന്ധിച്ചുള്ളതായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും പുരോഹിതവർഗങ്ങൾക്ക് ഈ പറഞ്ഞതായ അവകാശമുണ്ടാവും. അതിന് മുകളിലെ വാക്യങ്ങൾ പുരോഹിതന്മാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് അതിൻ്റെ അനുഭവങ്ങളുണ്ടാവും. പക്ഷേ പുതിയ നിയമ പുരോഹിതന്മാരെ പറ്റിയിട്ട്, അല്ലെങ്കിൽ യേശുവിനെ പിൻപറ്റി മറ്റ് ദേശങ്ങളിൽ അല്ലെങ്കിൽ ദൈവമാക്കിയിരിക്കുന്ന എവിടെയാണെന്ന് മനസ്സിലായി അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതായ വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്നതായ അവകാശത്തെ പറ്റിയിട്ടും കൂടിയാണ് ഈ വചനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് വായിച്ചതായ ആ വചനങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ആദ്യ ഭാഗങ്ങൾക്ക് ശേഷം, പിന്നീട് അവിടെ പുരോഹിത വർഗത്തെക്കുറിച്ച് നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെന്ന് അറിയപ്പെടും എന്ന് തുടങ്ങിയതായ വചനങ്ങൾ എഴുതുന്നുണ്ട്. അവിടെ അതും പ്രവചന പുസ്തകമായതുകൊണ്ട് തന്നെ പുതിയ നിയമസഭയെ പറ്റിയിട്ടും ഒക്കെയാണ് എഴുതുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നോക്കുക, 61-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെന്ന് നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായിത്തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും എന്ന് പറയുന്നതായ അനുഭവം. ഓക്കെ, ഇത് പല രീതിയിൽ വിവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ വചനവുമായി, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ കർത്തൃദാസന്മാരായ തങ്ങളുടേതായ വിളിയെ തിരഞ്ഞെടുപ്പിന് മനസ്സിലാക്കി ഇറങ്ങിയവർക്ക് ഇത് വളരെ വെളിപ്പാടായി ലഭിക്കേണ്ട വചനങ്ങളാണ്. കാരണം ദൈവം നമ്മുടെ സ്രോതസ്സായി മാറി എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. പ്രൈസ് ദി ലോർഡ്. അപ്പം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. യേശുവെ, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, പക്ഷേ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ അപ്പനെയോ അമ്മയെയോ സ്വത്തിനെയോ വീടിനെയോ എന്തിനെ വിട്ടിട്ടാണോ നിങ്ങൾ ഇറങ്ങിയത്, അത് ഈ ഭൂമിയിൽ വെച്ച് അതുപോലെ തന്നെ വരുവാനുള്ള സ്വർഗത്തിലും നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം ഉണ്ടാകും. മാത്രമല്ല നിത്യജീവനെയും നമുക്ക് പ്രാപിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ എറ്റേണൽ ലൈഫ്, വരുവാനുള്ള ജീവിതത്തിൽ നിത്യജീവനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും എന്നതാണ് യേശു പറഞ്ഞതായ പ്രോമിസ്. എന്ന് വെച്ചാൽ ദൈവം നമ്മൾ വിട്ടുകൊടുക്കുന്ന എന്താണോ അതിനെ നമുക്ക് തിരികെ പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങുന്നതായ വ്യക്തികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതിലൂടെ ദൈവികമായ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചാൽ മാത്രമേ നമ്മൾ ചില അതികഠിനമായ ഘട്ടങ്ങളിൽ നമുക്ക് പ്രതികൂലങ്ങളെ, പ്രശ്നങ്ങളെ മറികടക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പം പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ കുറിച്ച് എവിടെല്ലാം കാണുന്നുണ്ടോ അവിടെ എല്ലാം പറയുന്നതൊരു വിഷയമുണ്ട്. നിങ്ങൾ അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സ്വത്തൊന്നും കൊടുക്കരുത്.
കൊടുക്കരുത് എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ചിന്തിക്കുക, അയ്യോ, ഒരു വീടോ ഒരു പറമ്പോ ഒരു ഒരു സ്വത്തോ അല്ലെങ്കിൽ ഒരു 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 നന്മയൊന്നും ഇല്ലാതെ എങ്ങനെയാ ജീവിക്കാൻ കഴിയില്ല? അത് മനുഷ്യൻ്റെ ഒരു ബേസിക് ആയിരിക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് ചിന്തിക്കുന്നു. തീർച്ചയായും ദൈവം നമുക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന വ്യക്തികൾക്ക് ദൈവം പ്രതിഫലം കൊടുക്കും, ദൈവം വീട് കൊടുക്കും, അനുഭവങ്ങൾ കൊടുക്കും. പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവൻ ആ ആ സമ്പത്തിനേക്കാളും വലിയതൊന്ന് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് എഹെസ്കേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കാനിടയായി തീർന്നത്. അവർക്ക് ഇസ്രായേലിൽ നിങ്ങൾ സ്വത്തൊന്നും കൊടുക്കരുത്, പക്ഷേ അവരുടെ അവകാശമോ ഞാൻ തന്നെ അവരുടെ അവകാശം എന്ന് പറയാനിടയായി തീർന്നു. നോക്കുക, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം നമ്മുടെ അവകാശമായി തീർന്നു എന്ന വെളിപ്പാടാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവൻ പഴയ നിയമ ശുശ്രൂഷകന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിലും പുതിയ നിയമ ശുശ്രൂഷകന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്. അവൻ സർവശക്തനായ ദൈവം നമ്മുടെ സ്വത്തായി തീർന്നു, നമ്മുടെ അവകാശമായി തീർന്നു, നമ്മുടെ ഇൻഹെറിറ്റൻസ് ആയി തീർന്നു എന്ന് പറയുന്നൊരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അടുത്ത വാക്യങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ വഴിപാടായി വരുന്ന ആദ്യ ഫലങ്ങൾ, അതിലുത്തമമായത് വഴിപാടായി വരുന്ന എല്ലാ കാര്യങ്ങളിലും നിന്ന് വേണം പുരോഹിതന്റെ ഓഹരിയെ നിങ്ങൾ കൊടുക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 31-ാം വാക്യപ്രകാരം പറയുന്നു, സകലവിധ ആദ്യ ഫലങ്ങളും ഉത്തമമായത് വഴിപാടായി വരുന്ന എല്ലാ വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. നിന്റെ വീടിന്മേൽ അനുഗ്രഹം വരേണ്ടതിന് നിങ്ങൾ തരിമാവിൻ്റെ ആദ്യ ഭാഗവും പുരോഹിതന് കൊടുക്കണം എന്ന് പറയുന്നതിന് നോക്കുക. അത് പൊതുജനങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ അനുഭവത്തിൽ നിന്ന്, ഏറ്റവും അനുഭവത്തിൽ നിന്ന് അതിൻ്റെ വഴിപാടായി നിങ്ങൾ എന്ത് ചെയ്യണം? പുരോഹിതന്മാർക്ക്, സഭയിൽ അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് കൊടുക്കണം എന്ന് പറയുന്ന അനുഭവം. പക്ഷേ ഒരു പുരോഹിതനാക്കി തീർക്കപ്പെട്ടതായ എന്നെ പോലൊരു വ്യക്തി, അല്ലെങ്കിൽ എല്ലാം വിട്ടെറിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുന്നതായ പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, വിട്ടെറിയപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെ ദൈവം വിളിയുണ്ട് പക്ഷേ ഇറങ്ങിപ്പുറപ്പെടാൻ തടയപ്പെട്ടിരിക്കുന്ന, സാമ്പത്തികം എന്താകും എന്നുള്ള വിഷയത്തിൽ തടയപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം, ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം ആരായിത്തീർന്നു? നമ്മുടെ സ്വത്തായിത്തീർന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. അവൻ വിശ്വസ്തനായതുകൊണ്ടാണ് നമ്മളും വിശ്വസ്തരായിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. നമ്മൾ നിലനിൽക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവം വിശ്വസ്തനാണ് എന്നതുകൊണ്ടാണ്. പ്രൈസ് ലോർഡ്. ആമേൻ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം തൻ്റെ വാക്കിനാൽ സകലത്തെയും താങ്ങി നിർത്തുവാനായ യേശു, ദൈവം തന്നെ നമ്മളെ എന്ത് ചെയ്യുന്നു? നിലനിർത്തും, വഴി നടത്തും, നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം ഒരുക്കി തരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുമ്പോഴാണ് യേശുവിൻ്റെതായ ഒരു പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം, ഇത് പലയിടത്തും എഴുതിയിട്ടുണ്ട്, പക്ഷെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ സംസാരിച്ചിരുന്നപ്പോൾ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറയും. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം നമ്മുടെ പടകിൽ വന്നാലുള്ള അവസ്ഥയാണ് ഈ വിഷയത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലുള്ള അവസ്ഥയാണ് ദൈവം കാണുന്നത്. തീർച്ചയായും എന്ത് സംഭവിച്ചത്? അവിടെ ഒരു പെരിയ മീൻകൂട്ടം അവന് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. നോക്കുക, പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. തനിക്ക് ഒരു ജീവിതകാലം ചെയ്യുവാൻ കഴിയുന്നില്ല. ഇപ്പം നമ്മുടെ ഒരു പുരോഹിതൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയുടെ കാര്യം നോക്കുക. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചു, അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. അല്ലെങ്കിൽ നമ്മൾ ഇന്നും ജാതികളെ പോലെ, മറ്റുള്ളവരെ പോലെ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ പോലെ നമ്മൾ അധ്വാനിക്കുന്നവരാണെങ്കിലും എവിടെയും എത്തുന്നില്ല എന്ന് പറയുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും ആര് പടകിലുണ്ടെങ്കിൽ, യേശു അല്ലെങ്കിൽ ദൈവം നമ്മുടെ പടകിലുണ്ടെങ്കിൽ, സർവശക്തനായ ദൈവം നമ്മുടെ സ്വത്തായെങ്കിൽ, നമ്മുടെ അവകാശമായി തീർന്നുവെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്താണ്? അവർക്ക് വല കീറുമാറാകത്തക്കവണ്ണം പെരുത്ത മീൻകൂട്ടവർക്ക് ലഭിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിക്കുക, പത്രോസിന്റെ പടകിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവന് ആ കടലിലെ മുഴുവൻ മത്സ്യങ്ങളും ആ കൊട്ടയിലേക്ക് അല്ലെങ്കിൽ ആ വലയിലേക്ക് കയറി
കയറുവാന്നൊക്കെ തിടുക്കം കൂട്ടി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസിലോ നോക്കുക, നമ്മുടെ വിഷയത്തിലും അവൻ നമ്മളും ഇതുപോലെ ഓരോ വചനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവണം. പ്രൈസിലോ ഒരിക്കലും ശരി, എൻ്റെ ജീവിതത്തിൽ എന്നാൽ ശരി അതുപോലൊരു അനുഗ്രഹം വരണം. തീർച്ചയായും ദൈവം തരും, ദൈവം നമുക്ക് തരും, ദൈവം തരും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അവർക്ക് പുരോഹിതന്മാർക്ക് അവകാശം ഒന്നും കൊടുക്കണ്ട, പക്ഷേ ഞാൻ തന്നെ അവരുടെ അവകാശമായി തീർന്നു. ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ ദൈവം തന്നെ നമ്മുടെ അവകാശമായി തീർന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ധൈര്യത്തോടുകൂടെ നമ്മൾ ദൈവത്തിന് വേല ചെയ്യാം. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുവാനിടയായി തരും. നോക്കുക, പുരോഹിതന്മാരുടെ കടമയും കൂടെ എഹെസ്കേലിന്റെ പുസ്തകം 44 അധ്യായത്തിന്റെ 23 വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. എഹെസ്കേലിന്റെ പുസ്തകം 44 അധ്യായം 23 വാക്യം. അവർ വിശുദ്ധമായതും സാമാന്യമായതും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തെ ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം എന്ന് പറയുന്നൊരു അനുഭവമാണ്. നമ്മൾ അവിടെ ആ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കണം എങ്ങനെ അത് തിരിച്ചറിയണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം. അതാണ് ഓരോ പുരോഹിതനും ദൈവം പറഞ്ഞിരിക്കുന്നതായ കടമ എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി നന്നായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ധാരണയുള്ളവരായിരിക്കണം. നമ്മളതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നവരാകണം. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണും എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മാത്രമല്ല, നമ്മൾ പറയുന്ന വചനങ്ങൾ അത് പൊതുജനങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ മനസ്സിലാകുന്നതൊക്കെ നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുവന്നൊക്കെ ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഇവിടെ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക. 23 വാക്യം. അവർ വിശുദ്ധമായതും സാമാന്യമായതും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തെ ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം എന്നതാണ് വചനം പറയുന്നത്. എന്താണ് ഈ വചനം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം? വിശുദ്ധമായത്, അല്ലേ? എന്താണ് വിശുദ്ധമായത്? എന്താണ് സാമാന്യമായത്? അല്ലെങ്കിൽ എന്താണ് പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം, ഏതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടാത്ത വിഷയം എന്നുള്ളതായ കാര്യങ്ങൾ വ്യക്തമായൊരു ധാരണ നമ്മൻ പുരോഹിതനുണ്ടായിരിക്കണം. മാത്രമല്ല, അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നടത്തുവന്നൊക്കെ വേണം നമ്മൾ അവരെ പഠിപ്പിക്കുന്നവരാകണം, അല്ലെങ്കിൽ അവരെ ഉപദേശിക്കുന്നവരാകണം. മാത്രമല്ല, മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം എന്ന് പറയുന്ന അനുഭവമുണ്ട്. എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്? എന്താണ് ദൈവത്തിന് വെറുപ്പായിരിക്കുന്ന കാര്യങ്ങൾ? പുതിയ നിയമസഭയില്ല, പുതിയ നിയമത്തിന്റെ കാര്യം പറഞ്ഞത്, ഒരിക്കലും പഴയ നിയമത്തിന്റെ കാര്യമല്ല. എന്താണ് ദൈവത്തിന് വെറുപ്പായിരിക്കുന്ന അനുഭവങ്ങൾ? എന്താണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അർപ്പിക്കേണ്ട നിർമ്മലമായിരിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്നുള്ളതായ ബോധ്യം അവർക്കുണ്ടാവണം. മാത്രമല്ല, ആ ഇടയൻ ആ ആടിനെ ഉപദേശിക്കുകയും നടത്തുകയും ചെയ്ത് അവർ തന്നെ അത് മനസ്സിലാക്കി അവരുടെ ജീവിതം ആ രീതിയിൽ നയിക്കുവാന്നൊക്കെ ഇടയായിത്തീരണം എന്താണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മാത്രം, ഒരിക്കലും വിശുദ്ധമായ ഒരു കാര്യത്തിലേക്കല്ല, പക്ഷെ ചില കാര്യങ്ങൾ മാത്രം നമ്മളതിൽ നിന്ന് ചിന്തിക്കാം. പുതിയ നിയമസഭയെ സംബന്ധിച്ച് ഏറ്റവും വിശുദ്ധമായത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 1, യേശുക്രിസ്തു നമുക്ക് വേണ്ടി സകലതും നിവർത്തിച്ചു എന്ന് പറയുന്നതായ കാര്യം. 2, അവൻ നമുക്ക് നൽകിയതായ നീതീകരണത്തെക്കുറിച്ചുള്ളതായ വ്യക്തമായ ബോധ്യം. മാത്രമല്ല, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച്, നിത്യജീവനെ പറ്റിയിട്ടുള്ളതായ കാര്യം. നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ദൈവം നമുക്ക് അവകാശമായി, ഇൻഹെറിറ്റൻസായി ഓരോ വിശ്വാസികൾക്കും അത് ജോലി ചെയ്യുന്നവരാകാം, സുവിശേഷ വേല ചെയ്യുന്നവരാകാം, അല്ല മറ്റ് കരിയറുകൾ ചെയ്യുന്നവരാകാം, വീട്ടിലിരിക്കുന്നവരാകാം, കുഞ്ഞുങ്ങളെ നോക്കുന്ന ഏത് തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ളതായ ദൈവത്തിൻ്റെ വചനം, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കി നമ്മളത് മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. അതേസമയം സാമാന്യമായിരിക്കുന്ന വിഷയങ്ങൾ എന്താണ്? പറഞ്ഞിരിക്കുന്നുണ്ട്, സാമാന്യമായ വിഷയം അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിനെ
നമ്മൾ ഒഴിവാക്കി വിടാം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ എന്താണ്, അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ലോർഡ്. മനസ്സിലാക്കുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും നമ്മൾ തയ്യാറാവണം. പ്രൈസ് ലോർഡ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിലേക്ക് അവൻ എല്ലാത്തിനെയും വലിച്ച് ഇഴച്ച് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി യന്ത്രിക്കുന്ന വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യണം? സാമാന്യമായ വിഷയമായിട്ട് നമ്മൾ കണക്കാക്കണം. പ്രൈസ് ലോർഡ്. അവൻ ഒരിക്കലും അതിന് പ്രാധാന്യം കൊടുക്കരുത് എന്ന് പറയുന്ന വിഷയങ്ങളൊന്നാണ് അവൻ മറ്റുള്ളവരോട് നമ്മൾ കോപം, നമ്മൾ അസൂയ, അങ്ങനെയുള്ളതായ കാര്യം എന്ത് ചെയ്യരുത്, നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. അത് സാമാന്യമായ വിഷയങ്ങളാണ്. നമ്മുടെ അയൽവാസികളിലൂടെ, നമ്മൾ ഇടപെടലുകളിൽ, നമ്മുടെ ബിസിനസ്സുകളിൽ, നമ്മുടെ ജോലിയിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുവാൻ കഴിയുന്നത് എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഒരിക്കലും ഏറ്റവും നീചമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത്, അല്ലെങ്കിൽ സാമാന്യമായ വിഷയങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ആ വാക്യം വായിച്ചു തരാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് പറയുന്നതായ കാര്യം, ദൈവരാജ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങളെ, അതിൻ്റെ സൗമ്യത, ശ്രേഷ്ഠത, അതുപോലെ തന്നെ ആത്മാവിൻ്റെ ഫലം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും നമ്മളിൽ നിന്ന് പുറപ്പെടണമെന്ന് ദൈവത്തിന് ആത്മാവ് ആഗ്രഹിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാവണം. എന്താണ് നീതീകരണം എന്നതിനെ പറ്റി വ്യക്തമായ ബോധ്യം ഓരോ വിശ്വാസികളും നമുക്ക് കൊടുത്തിരിക്കണം. നമ്മുടെ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തിയാലല്ല, നമ്മുടെ ജഡം, നമ്മുടെ ദേഹം, ആത്മാവ്, ജഡം, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ടീച്ചിങ്സിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ ആർക്ക് കൊടുക്കണം? നമ്മുടെ വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആടുകൾക്ക് നമ്മൾ കൊടുക്കണം. മാത്രമല്ല അടുത്ത വാക്യങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ സാമാന്യമായത് എന്താണ്? നമ്മൾ മുഖവിലയ്ക്ക് എടുക്കാൻ പാടില്ലാത്തത്. മറ്റുള്ളവരിൽ നിന്ന് ഒരു വെറുപ്പ് വരുമ്പോൾ, ഒരു കുത്തുവാക്ക് വരുമ്പോൾ നമ്മളത് അത് മുഖവിലയ്ക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്രാധാന്യം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും എടുക്കാൻ പാടില്ല. പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ, ചർച്ചിലെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ നമ്മളെ രക്തം തിളയ്ക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണത്? സാമാന്യമായതാണോ? ശ്രേഷ്ഠമായതാണോ? സാമാന്യമായത്. പ്രൈസ് ലോർഡ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മനസ്സിലാക്കത്തക്കവണ്ണം അവരെ നമ്മൾ ഉപദേശിക്കുന്നവരായി തീരണം. മാത്രമല്ല അടുത്ത ഭാഗം പറയുന്നത് എന്താണ്? മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിന്ന വിഷയങ്ങളൊക്കെ മലിനമാണ്. എന്തൊക്കെയാണ് മലിനമായ വിഷയങ്ങളായിട്ട് ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്? പ്രൈസ് ലോർഡ്. ദൈവം വെറുക്കുന്നതായ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടതൊക്കെ ഓക്കെ, പക്ഷേ നിങ്ങളുടെ പ്രവൃത്തികൾ കൂടെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നതായ ചില ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആക്സെപ്റ്റഡ് ആവുകയുള്ളൂ എന്ന് പറയുന്നതായ ചില കാര്യങ്ങൾ. പ്രൈസ് ലോർഡ്. അങ്ങനെ ഉള്ളതായ ആ മലിനതകളെ പൗലോസും അതുപോലെ അപ്പോസ്തലന്മാരും നിശ്ചിതമായിട്ട് എതിർത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ആർക്കുണ്ടായി കൊടുക്കണം? ഓരോ വിശ്വാസികൾക്കും ഉണ്ടായി കൊടുക്കണം. ഓരോരുത്തരും, ഓരോ സഭയ്ക്കും, ഓരോ ഡിനോമിനേഷനും അവരവരുടേതായ ധാരണകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പല വിഷയവുമായി അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ചിലർക്ക് യൂണിഫോം ഉണ്ട്, ചിലർക്ക് മറ്റതുണ്ട്, ചിലർ വെള്ള ധരിക്കണം, ചിലർ ലോഹ ധരിക്കുന്നു. പല ഐഡൻറ്റിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന എന്ത് കാര്യവും ഏത് കണക്കിലെടുക്കണം? മലിനതയുടെ കണക്കിലെടുക്കണം. അതിനെ നമ്മൾ ഉപദേശിക്കാനും പോകരുത്. അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? അതിനെ തൊടുവാൻ നമ്മൾ മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യാനും പാടില്ല. പ്രൈസ് ലോർഡ്. പ്രവർത്തിക്കാനല്ല, പൂർണ്ണമായും കൃപയാലും വിശ്വാസത്താലുമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്, ആക്സെപ്റ്റഡ് ആയിരിക്കുന്നത്, നമ്മളെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളതായ കാര്യം നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കണം. നമ്മുടെ പ്രവൃത്തി നീതീകരണത്തിന് ബാധകമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ലോർഡ്. അത് ആര് മനസ്സിലാക്കണം? പുരോഹിതന്മാർ മാത്രമല്ല, നമ്മുടെ കടമയാണ് മറ്റുള്ളവരത് നോക്കിയും കണ്ടും നടക്കുന്നുണ്ട് എന്നത് നമ്മൾ
നമ്മൾ അവരെ ആ രീതിയിൽ മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ സ്വഭാവ ദൂഷ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതായ ദൈവത്തിൻ്റെ വചനത്തിൽ, പുതിയ നിയമത്തിലും ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്. പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്നതായ ഒരു 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 വ്യക്തിയായിട്ടല്ല, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനായിട്ടല്ല ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിൽ നമ്മളെ കാണിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഒരിക്കലും അങ്ങനെ ആരായിത്തീരരുത്, നമ്മളായിത്തീരുവാൻ പാടില്ല. പിന്നെ നമ്മുടെ കടമ എന്താണ്? ഇതാണ് നമ്മുടെ കടമ. പ്രൈസ് ലോർഡ്. ഉപദേശിക്കുക, മാത്രമല്ല അവരെ കൊണ്ട് ജീവിക്കാൻ അനുവദിക്കുക. നിത്യമായിരിക്കുന്ന, വിശുദ്ധമായിരിക്കുന്ന, മലിനത എന്ത്, നിത്യമായതെന്ത്, നീതീകരണമെന്ത്, നിർമ്മലമായതെന്ത്, അതുപോലെ വിശുദ്ധമായതെന്ത്, സാമാന്യമായതെന്ത്, നമ്മൾ മൈൻഡ് കൊടുക്കേണ്ടാത്ത കാര്യങ്ങളെന്ത്, നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങളുണ്ട് എന്നുള്ളതായ പൂർണ്ണമായ ധാരണ അവരിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനം. പ്രൈസ് ലോർഡ്. അങ്ങനെ ഓരോ ദിവസവും ചെയ്യുന്നതായ ഓരോ വ്യക്തികൾക്കും, അതിന് യൂട്യൂബിൽ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും, അല്ല സഭകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം, ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ല ട്രാക്റ്റ് മാത്രം കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം, ട്രാക്റ്റ് എഴുതുന്ന വ്യക്തികളായിരിക്കാം, ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, ഏത് തരത്തിലും ദൈവത്തിന് അല്ല പ്രാർത്ഥിക്കുന്ന മാത്രം ആൾക്കാരായിരിക്കാം, ആര് തന്നെ ആയിരുന്നാലും അവരെല്ലാം ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം അവകാശമായി പ്രതിഫലമായി വെച്ചിരിക്കുന്ന അനുഭവങ്ങളെയാണ് ഈ പറഞ്ഞതായിരിക്കുന്ന കാര്യം. പ്രൈസ് ലോർഡ്. ഓക്കെ, എനിക്കിവിടെ എനിക്കിവിടെ ആടുകളുള്ളത്, പിന്നെ എങ്ങനെ എനിക്ക് ആടുകളുടേതായ സമ്പത്ത് അല്ലെങ്കിൽ അവരുടേതായ നന്മയിൽ നിന്ന് അവർ കൊണ്ടുവരുന്ന ദശാംശവും അനുഭവങ്ങളൊക്കെ എനിക്ക് എങ്ങനെ ലഭിക്കും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പ്രൈസ് ലോർഡ്. തീർച്ചയായും നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവണം, നിങ്ങൾക്ക് ആടുകൾ ഉണ്ടാവണം. പക്ഷേ ദൈവം വിളിച്ചിരിക്കുന്ന ഓരോ സീസണിലും നമ്മൾ എവിടെയാണോ ആക്കിയിരിക്കുന്നത് അവിടെ നിൽക്കുക എന്നതാണ് ആടുകൾ നമുക്കുള്ളത് എന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ലോർഡ്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ അവിടെ ഒരുപക്ഷെ 10 പേരോ അല്ലെങ്കിൽ 5 പേരോ 6 പേരോ ചിലപ്പോൾ 20 പേരോ 25 പേരോ ചിലപ്പോൾ മാത്രമേ ആ വീഡിയോ കണ്ടെന്ന് വരികയുള്ളൂ. പക്ഷേ എത്തുന്നതായ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അതിൻ്റെ പ്രതിഫലം ഞാൻ ചെയ്തതിൻ്റെ പ്രതിഫലമല്ല, ഈ പറഞ്ഞിരിക്കുന്ന അവകാശത്തിൻ്റെ ഒരു പങ്ക് ആർക്ക് ലഭിക്കും? എനിക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ലോർഡ്. എന്ത്? ദൈവത്തിൻ്റെതായ ഇഷ്ടം ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ലോർഡ്. തീർച്ചയായും നമ്മളൊരു ഇടയനാണെങ്കിൽ നമുക്ക് ആടുകൾ വേണം. എന്നാൽ മാത്രമേ ആ ഇടയനായിട്ട് വിളിക്കുവാൻ കഴിയുകയുള്ളൂ. ആടില്ലാത്ത ഇടയൻ ആരല്ല? ഇടയനല്ല. പ്രൈസ് ലോർഡ്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം ദൈവം കണക്കാക്കിയിരിക്കുന്ന വിഷയങ്ങൾ എന്താണ്? ഇടയനായിട്ടാണ് നമ്മളെ എത്തിക്കുക. ഏത് ആടുകളിലേക്ക് എത്തിക്കണം? ഇതാണ് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാരെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും. അവരെ നിങ്ങളെ നീതിയിലും സത്യത്തിലും വഴി നടത്തും, നിങ്ങളെ മേയ്ക്കും എന്നതാണ് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളതായ ഇടയന്മാരാകുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് ലഭിക്കുവാനൊക്കെ വേണം, നൽകുവാനൊക്കെ വേണം. ആര് ശക്തനാണ്? ആര് വിശ്വസ്തനാണ്? ദൈവം വിശ്വസ്തനാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷമാണ് 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരുടെ അവകാശമോ ഞാനാകുന്നു അവരുടെ അവകാശം, നിങ്ങൾ അവർക്ക് ഇസ്രായേലിൽ ഒരു സ്വത്തും കൊടുക്കരുത്, ഞാൻ അവരുടെ സ്വത്താകുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ വാക്യം കേട്ടപ്പോൾ അയ്യോ ദൈവമേ, അല്ലെങ്കിൽ ഇതിനോട് ചേർന്നതായ പഴയ നിയമത്തിൽ ഒത്തുവാക്യങ്ങളൊക്കെ ചേർത്തുന്നു. അയ്യോ ഒരു വീടോ ഒരു പറമ്പോ അല്ലെങ്കിൽ താമസിക്കാനൊരു സൗകര്യമോ ഒരു കൂരയോ ഒന്നും ഉണ്ടാവില്ലേ ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവർക്ക് എന്ന് ഞാൻ ചിന്തിക്കുന്നൊരു അനുഭവം ഉണ്ടായി. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ സ്വത്തായി തീർന്നു. അവൻ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയവനാണ്. പത്രോസിന് ഒരു നിമിഷം കൊണ്ട് പത്രോസിൻ്റെതായ പടക് നിറച്ചവനാണ്. അതിനെക്കുറിച്ച് വെളിപ്പാട് പറയുന്നത് പത്രോസ് സകലതും വിട്ട് അവനെ അനുഗമിച്ചു. എന്തുകൊണ്ടാണ്? ആ കയ്യിലുണ്ടായിരുന്ന ബഡ്ജറ്റ് മതിയായിരുന്നില്ലെങ്കിൽ അവൻ്റെ ആ പടകിൽ നിന്ന് ലഭിച്ച ആ മീനിൻ്റെ പൈസ മതിയായിരുന്നു അവന് കുറേ കാലം ഒന്നും ചെയ്യാതെ യേശുവിനെ പിൻതെറ്റാൻ. ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാനല്ല, ഒന്നും ചെയ്യാതെ വേറെ പണിക്കൊന്നും പോയില്ലെങ്കിലും യേശു പറഞ്ഞത് കേട്ട് അവനെ പിൻഗമിക്കുവാൻ ഏത് സ്വത്ത് മതിയായിരുന്നു? ആ മീൻ കിട്ടിയതായ, ആ വല നിറച്ച് മീൻ കിട്ടിയതായ സ്വത്ത് മതിയായിരുന്നു, അല്ലെങ്കിൽ ആ പണം മതിയായിരുന്നു. അവനും അവരുടെ കൂട്ടാളികൾക്കും യേശുവിനെ ഒന്നും നോക്കാതെ ഒരു കാലഘട്ടം വരെ പിന്തുടരാൻ.
എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ശിഷ്യന്മാരുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തലന്മാരുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, അവർക്കൊക്കെ ദൈവം ആവശ്യമായിരിക്കുന്ന വഴികൾ തുറന്നു കൊടുത്തു. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവം വഴി തുറന്നു കൊടുക്കുവാൻ ശക്തനുമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. ദൈവമേ, ഇങ്ങനെ എനിക്ക് സംഭവിച്ചല്ലോ, ഞാൻ എന്തിനാ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്, ഞാൻ എന്തിനാ ഈ എല്ലാം വിട്ട് നിന്നെ അനുഗമിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. ദൈവം നമ്മളെല്ലാം ഉപയോഗിക്കാൻ ശക്തനാണ്. മാത്രമല്ല ഉപയോഗിക്കാൻ ശക്തനെന്ന് മാത്രമല്ല, അവൻ നമ്മുടെ അവകാശമായി തീർന്നു. മാത്രമല്ല, നമ്മൾ എത്ര വിശ്വസ്തരല്ലെങ്കിലും, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെ തന്നെയുള്ളതാണെങ്കിലും, ആര് വിശ്വസ്തനാണ്? സർവശക്തനായ ദൈവം നമുക്ക് വിശ്വസ്തനായി നമ്മളോട് കൂടെയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. യെശയ്യാവിന്റെ പുസ്തകം 61 അധ്യായം നമ്മൾ വായിച്ച വിഷയങ്ങളാണ് അല്ലേ. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിച്ച്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടുവാനും, തടവുകാർക്ക് വിടുതലും, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും, നമ്മുടെ ദൈവത്തിൻ്റെ പ്രസാദവർഷവും അറിയിപ്പാനും അവൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് വരെയുള്ള കാര്യങ്ങളാണ് ആര് വായിച്ചത്? യേശു മെൻഷൻ ചെയ്ത് കോട്ട് ചെയ്തത്. അതിനുശേഷമുള്ള പ്രതികാര വിഷയങ്ങളൊക്കെ യേശുവിൻ്റെ രണ്ടാം വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് കടന്നില്ല. ആര് കടന്നില്ല? യേശു കടന്നില്ല. അതുകൊണ്ട് നമുക്കും കടക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് യേശു അന്ന് ചെയ്തതായ കർത്തൃത്വത്തെ അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ പിൻപറ്റുകയും അതിനെ കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തികളാണ് ഓരോ ദൈവത്തിലെ പുരോഹിതന്മാരും എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? എളിയവരോട്, ദരിദ്രരോട്. യേശു അതിനെക്കുറിച്ച് ചെയ്തിരിക്കുന്നത് ദരിദ്രരോട്. അത് ട്രാൻസ്ലേഷൻ്റെ ഒക്കെ വ്യത്യാസങ്ങളാണ്. നമ്മുടെ ട്രാൻസ്ലേഷനല്ല, യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ചില കാലഘട്ടങ്ങൾക്ക് ചില കയ്യേറ്റ പ്രതികളാണ്. ഈ കയ്യേറ്റ പ്രതികളിൽ ഒന്നാണ് യേശു വായിച്ചത്. അതുകൊണ്ട് തന്നെ അതിലെഴുതിയ ട്രാൻസ്ലേഷൻ്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. ഒന്ന്, എളിയവർക്ക് വേണ്ടി, എളിയവർക്ക്. യെശയ്യാവിന്റെ പുസ്തകം 61 അധ്യായം പറഞ്ഞിരിക്കുന്നത് എളിയവർക്ക് എന്ന് പറയുമ്പോൾ യേശു അതിനെക്കുറിച്ച് എടുത്ത് പറയുന്നത് ദരിദ്രർക്ക് വേണ്ടി എന്നാണ് എടുത്തു പറയുന്നത്. എളിയവരായിരുന്നാലും ദരിദ്രരായിരുന്നാലും അവരോട് എന്ത് ചെയ്യണം? നമ്മൾ സദ്വർത്തമാനം അറിയിപ്പാൻ, ഘോഷിപ്പാൻ തക്കവണ്ണമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടുവാൻ, തടവുകാരെ വിടുതലും, ബന്ധനത്തിൽ ഇരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ, യഹോവയുടെ പ്രസാദവശം അറിയിക്കുവാനുമാണ് ആരെ ഭൂമിയിലേക്ക് വിട്ടത്? യേശുവിന്. അതേ ഒരു കോളിംഗ് ആണ് ആർക്കുള്ളത്? നമുക്ക് ഓരോരുത്തരും. നമ്മളത് ചെയ്യുവാൻ കടപ്പെട്ടവരാകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മൂന്നാം വാക്യത്തിൽ വീണ്ടും അതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. സിയോനിലെ ദുഃഖിന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെട്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവികന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കെട്ടിപ്പൊക്കുകയും ചെയ്യും. അതിനെല്ലാം ശേഷം നമ്മളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളോ എന്നെടുത്ത് പറയുന്നത് ചില വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളോ പുരോഹിതന്മാർ, യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും. എന്ന് പറയുന്നത്. പിന്നീട് എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ എന്താണ്? നിങ്ങൾ എന്ത് ചെയ്തു? ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായിത്തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും എന്ന് പറയുന്ന ഒരു കാര്യം. നോക്കുക, ഇന്ന് ഈ 21ാം സെഞ്ചുറിയിൽ ദൈവത്തിൻ്റെ വചനം എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ തന്നു. ഒരു പ്രവാചകൻ വന്ന് പല കാര്യങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ഇറങ്ങുന്നതെന്ന് വിചാരിക്കുക. ദൈവത്തിൻ്റെ കോളിംഗ് കിട്ടിയിട്ട് വേണം ഇറങ്ങാൻ. ഓക്കെ, ദൈവത്തിൻ്റെ സമയമാകുമ്പോഴേ നമ്മൾ ഇറങ്ങാനും പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഏത് രീതിയിലാണോ ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നത് എന്ന് വെച്ചാലും ആർക്ക് ജാതികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ച്, ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ അൺറിന്യൂഡ് ആയിരിക്കുന്ന മനസ്സുള്ളതായ നമ്മുടെ മാതാപിതാക്കളായിരിക്കും, നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം, നമ്മുടെ അയൽക്കാരായിരിക്കാം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളായിരിക്കും. അവർക്കൊന്നും ചിലപ്പം അയ്യോ ഇവനെന്ത് ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങേണ്ട ആവശ്യം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അവർക്കൊന്നും അത് മനസ്സിലാവില്ല.
അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അനുഭവിച്ചതായ നാണത്തിന് പകരം, നിങ്ങൾ അനുഭവിച്ചതായ ലജ്ജയ്ക്ക് പകരം നിങ്ങൾ സഭയിൽ നാണം കെട്ടിട്ടുണ്ടോ? നിങ്ങൾ അമേൻ അമേൻ ഈ സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിയതുകൊണ്ട് പുരോഹിതന്മാരാക്കപ്പെട്ടു എന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നാണം കെട്ടിട്ടുണ്ടോ? അല്ല, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, ആരുടെയും മുമ്പിൽ നാണം കെട്ടു എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് അത് നമ്മൾക്ക് ഇരട്ടി പങ്ക് തരുന്നത്? ഇരട്ടി പങ്ക് തരുമെന്ന് യശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ പ്രോമിസ് ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ എസ്കേലിന്റെ പുസ്തകത്തിന്റെ എസ്കേലിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 44-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു പറയുന്നത്, ഞാൻ അവരുടെ സ്വത്ത്, ഞാൻ അവരുടെ അവകാശം ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഈ അനുഗ്രഹങ്ങൾ ആർക്കുണ്ടാകും? ഓരോ ദൈവത്തിൻ്റെ മക്കൾക്കും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ശരി, ദൈവത്തിൻ്റെ ദാസന്മാർക്ക് മാത്രമാണോ ഈ അനുഗ്രഹമുള്ളത്? അല്ല. പൗലോസ് പറയുന്നത് പോലെ, എനിക്കിതാ നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കിയിരിക്കുന്നു, പക്ഷെ എനിക്ക് മാത്രമല്ല, യഹോവയുടെ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ എന്ന് വെച്ചിരിക്കുന്നത് പോലെ നമുക്കും നിങ്ങൾക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്നതായ ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങാത്തതായ എല്ലാവർക്കും ഈ പ്രതിഫലം ദൈവം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ദൈവം പക്ഷാപാതം കാണിക്കുന്നവനല്ല ഞങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്ക് ദൈവം കരുതിയിരിക്കുന്നത് ആർക്കും തരാൻ ദൈവശക്തനാണ്. ദൈവത്തിന് വേല ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് കടന്നില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്കും തരുവാൻ ആര് ശക്തനാണ്, അല്ലെങ്കിൽ ആര് വിശ്വസ്തനാണ്? ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വാക്യം കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് തന്നെ നമ്മൾ അടുത്ത് വരാം. ആ അധ്യായത്തിലാണ് ഇതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, എഫേസ്യയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന് വായിച്ചു നോക്കുക. 22 മുതലുള്ളതായ വാക്യം. ദാസന്മാരെ, ജഡപ്രകാരം മുള്ള യജമാനന്മാരെ സകലത്തിനും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിക്കുന്നത് പോലെ ദൃഷ്ടിസേവകളല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ ഏകാഗ്രതയോടെ കൂടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവ് യേശുവിനെ സേവിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവം 24-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഞാനത് ആ വാക്യങ്ങളെ മുകളിലേക്ക് എത്തിച്ച് നമുക്കൊന്ന് ക്രോഡീകരിച്ചത് വ്യക്തമായി പറഞ്ഞുതരാം. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ യേശുവിനെ സേവിപ്പിൻ. അതിനുശേഷം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതല്ല, പ്രതിഫലം എന്ന അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് ദൃഷ്ടിസേവകളല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ ഏകാഗ്രതയോടെ കർത്താവിനെ സേവിപ്പിൻ എന്നാണ് ഇംഗ്ലീഷിലെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യുവർ റിയൽ മാസ്റ്റർ ഈസ് ഗോഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ യജമാനൻ ദൈവമാണെന്നുള്ള ഒരു ധാരണയിൽ, അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ അല്ല, നിങ്ങൾ യഥാർത്ഥ യജമാനൻ ദൈവമാണ്. അത് മാത്രമല്ല, ആ യജമാനൻ നിങ്ങൾക്ക് എന്ത് തരും? പ്രതിഫലം തരും. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതായ ശമ്പളം മാത്രമല്ല, നിങ്ങൾക്ക് ആരുടെ പ്രതിഫലം കിട്ടാൻ അവകാശമുണ്ട്? ദൈവം, നിങ്ങൾ യഥാർത്ഥ യജമാനനായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് പോലും, കർത്താവിൽ നിന്ന് പോലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാനുള്ള അവകാശം ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഞാൻ ജോലി ചെയ്യുന്നത് ഇത്രയും ചെറിയ സാലറി ആണല്ലോ, എൻ്റെ ജീവിതം എങ്ങനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും? മിനിസ്ട്രിയിൽ ചെയ്യുന്ന വ്യക്തികളായിരുന്നു, പലവിധമായ മിനിസ്ട്രീസ് ഉണ്ടല്ലോ, ഒരുപാട് മിനിസ്ട്രീസിൽ പല പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികൾ, അവർക്ക് സാമ്പത്തികമായ ആവശ്യമുണ്ടാകാം. അല്ല ഈ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത് ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് സാലറി കൂടുന്നില്ലല്ലോ, ഇൻക്രിമെൻ്റ് ഇല്ലല്ലോ, ഒന്നും ആരോടും മുഖം ഉറപ്പിച്ചിരിക്കേണ്ട. ആരാണ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത്? സർവശക്തനായ ദൈവമാണ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത് എന്നറിഞ്ഞുകൊണ്ട് ദൃഷ്ടിസേവകളല്ല, മനസ്സോടുകൂടെ മനഃപൂർവ്വമായിട്ട് ഏകാഗ്രതയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജോലി ചെയ്യണം. എന്ത് കിട്ടുമെന്നറിഞ്ഞിട്ട്? കർത്താവിൽ നിന്ന്. യജമാനൻ നമ്മളെ അനുഗ്രഹിക്കുമോ അനുഗ്രഹിക്കാതിരിക്കുമോ? സാലറി കിട്ടുമോ കിട്ടാതിരിക്കുമോ? സാലറി തടയപ്പെടുമോ തടയാതിരിക്കപ്പെടുമോ? ഇൻക്രിമെന്റ് കിട്ടുമോ കിട്ടാതിരിക്കുമോ? ആര് നിങ്ങൾക്ക് അവകാശം എന്ന് പ്രതിഫലം തരും? സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമുക്കത് പ്രാപിക്കാൻ കഴിയണം, നമ്മളത് ക്ലെയിം ചെയ്യണം, നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ, പ്രാവർത്തിക ജീവിതത്തിലേക്ക് ഇതെല്ലാം കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവശക്തനായ ദൈവമാണ്. നോക്കുക, ഈ 2 വിഷയങ്ങളും, ഒന്ന് ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി, ദൈവത്തിൻ്റെ വേലയ്ക്കായി, ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചതായിരിക്കും വ്യക്തികൾക്ക് ആരവകാശമായി തീർന്നിട്ടുണ്ട്? ദൈവം, സർവശക്തനായ ദൈവം തന്നെ
അവകാശമായിട്ടും അവരുടെ പ്രതിഫലമായിട്ടും അവരുടെ സ്വത്തായും തീർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പത്രോസിന്റെ വലയെ ഒരു നിമിഷം കൊണ്ട്, പത്രോസെ നീ വലയിറക്ക്, ആഴത്തിലേക്ക് ഇറക്കി വലയിറക്ക് എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ അവൻ വലയിറക്കി. ആ വല കോരുന്ന സമയം കൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിലെ കടഭാരമായിരുന്നാലും അവൻ്റെ പ്രയാസങ്ങളാണെങ്കിലും അവൻ്റെതായ ബുദ്ധിമുട്ടുകളാണെങ്കിലും എല്ലാം മാറ്റി അവനൊരു സമ്പത്ത് കൊടുത്ത് ദൈവത്തെ പിൻപറ്റുവാൻ, യേശുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം അവനൊരു അനുഭവത്തെ കൊടുക്കുവാൻ ശക്തനായൊരു ദൈവം ആരോട് കൂടെയുണ്ട്? നമ്മോട് കൂടെയുണ്ട്. എങ്ങനെ പത്രോസിന്റെ പടകിൽ ഉണ്ടായതുപോലെ തന്നെ ഇന്ന് നാം ആകുന്ന നമ്മുടെ പടകിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ ദൈവം, സർവശക്തനായ ദൈവം വസിക്കുന്നുണ്ട്. എങ്കിൽ ആ പ്രത്യാശ പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക്, ദൈവത്തിന് വിളി കേട്ട് ഇറങ്ങിയവർക്ക് മാത്രമേ ഉള്ളൂ. അല്ല, സാധാരണക്കാരായിരിക്കുന്ന കൂലിപ്പണിക്ക് പോകുന്നതായ ഉൾപ്പെടെ, അല്ല ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അത് അവകാശപ്പെട്ടതാണ്. എന്താ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അവകാശം എന്ന പ്രതിഫലം ആര് തരും? കർത്താവ് തരും എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ ദൃഷ്ടി സേവകളല്ല, മനഃപൂർവ്വം തന്നെ നിങ്ങൾ നിൽക്കുന്ന ജോലി സ്ഥലത്ത്, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വേല ചെയ്യുക. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും എന്നതാണ് ആ വചനങ്ങൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നോക്കുക, വേൾഡിലെ എക്കണോമി എങ്ങനെ പോയെന്ന് പറഞ്ഞാലും അയ്യോ നമ്മുടെ സെൻസസ് താഴെ പോയല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ബിറ്റ് കോയിൻ താഴെ പോയല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് മാർക്കറ്റൊക്കെ ഇടിഞ്ഞല്ലോ, അമേരിക്കൻ മാർക്കറ്റ്, ട്രേഡിങ് സിസ്റ്റംസ് ഒക്കെ തകർന്നു പോയല്ലോ, ഒന്നും നിങ്ങൾ ബാധിക്കത്തില്ല. അയ്യോ സ്വർണത്തിന് വില കുറഞ്ഞു, ഡോളറിന് വില കൂടി, ഭൂമിയിൽ ഇൻഫ്ലാച്വേഷൻ കൂടി, ഇന്ത്യയിൽ വിലപ്പെരുപ്പം കൂടി, പണപ്പെരുപ്പം കുറഞ്ഞു, എന്ത് തന്നെയായിരുന്നാലും ആരുടെ വചനങ്ങൾക്ക് മാറ്റമില്ല? ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രമില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം എഴുതിയിരിക്കുന്നത്, 5-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലെങ്ങാനാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയില്ല, അല്ല ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് മാറ്റം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പക്വതയുള്ളവരായിരിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനൊക്കെ ഇടയായി തീരട്ടെ. നിങ്ങൾ ഒരു പുരോഹിതനാണെങ്കിൽ, ഇനിയും ഇറങ്ങാൻ കാത്തു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ മടിക്കാതെ ഇറങ്ങുക. ഒരിക്കലും മനുഷ്യരെ നോക്കി ഇറങ്ങരുത്, ഈ പ്രസംഗം നോക്കി ഇറങ്ങരുത്. പക്ഷെ ഹൃദയത്തിന് ഉൾത്തളങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന കാഴ്ചപ്പാടിനനുസരിച്ച് ദൈവത്തെ അനുസരിക്കുക. അതെന്ത് തന്നെ റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാലും, ആരെല്ലാം നിങ്ങളെ അപമാനിക്കുമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം തന്ന് നിങ്ങളെ മാനിക്കുവാൻ ശക്തനായവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണോ? പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണോ? ദൈവം വിളിച്ചിരിക്കുന്ന ആ പണിക്ക് വേണ്ടിയിട്ടാണോ? ദൈവം വിളിച്ചിരിക്കുന്ന ആ കാര്യത്തിന് വേണ്ടിയിട്ടാണോ? എങ്കിൽ ആത്മാർത്ഥമായി ചെയ്യുക. നിങ്ങളുടെ യഥാർത്ഥ യജമാനൻ എന്ന് പറയുന്നത് ആ കമ്പനി ഉടമസ്ഥനല്ല, സർവശക്തനായ ദൈവമാണ്. അവൻ നിങ്ങൾക്ക് അവകാശം എന്ന പ്രതിഫലം തരും. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, പ്രിയ കുടുംബങ്ങളെ, പ്രിയ കേൾക്കുന്നതായ ഓരോ വ്യക്തികളെ, ഏത് സ്റ്റേജിൽ നിൽക്കുന്നു അവരോട് നീ സംസാരിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ അവരെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ശക്തിയാൽ നീ അവരെ നിറയ്ക്കണമേ. വചനത്താൽ നീ അവരെ നിറയ്ക്കണമേ. ഈ വെളിപ്പാടുകൾ അത് വെളിപ്പാടായി തന്നെ അവർ ഉള്ളിലേക്ക് കടക്കുവാനൊക്കെ നീ ഇടയാക്കണമേ. മാനമഹത്വം തിരുനാമത്തിൽ അർപ്പിക്കുന്നു, യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവാനുഗ്രഹിക്കട്ടെ കേട്ടോ.